നമസ്കാരം. പ്രധാന വാർത്തകൾ. നവീകരിച്ചത് കഴിഞ്ഞ മാസം. മുഴുപ്പിലങ്ങാടി ബീച്ചിലെ ലൈറ്റുകൾ പൂർണ്ണമായും അണഞ്ഞു. കണ്ണൂർ മുഴുപ്പിലങ്ങാടി ബീച്ച് ഇരുട്ടിൽ. ബീച്ചിലെ ലൈറ്റുകൾ പൂർണ്ണമായും അണഞ്ഞു. കഴിഞ്ഞ മാസമാണ് നവീകരിച്ച ബീച്ച് ഉദ്ഘാടനം ചെയ്തത്. അവധി ദിവസമായതിനാൽ ബീച്ചിൽ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. നിരവധി വാഹനങ്ങളും ആൾക്കാരും ബീച്ചിലുണ്ട്. സംഭവത്തിൽ വ്യക്തമായൊരു പ്രതികരണം അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. നീലഗിരിയിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ മരിച്ചു. തമിഴ്നാട് നീലഗിരി ജില്ലയിലെ പന്തല്ലൂരിലാണ് സംഭവം. പന്തല്ലൂർ ചന്തക്കുന്ന് സ്വദേശി ജോയിയാണ് മരിച്ചത്. രാത്രി 8 മണിയോടെയാണ് ആക്രമണം. കാട്ടാനശല്യം ഉണ്ടാകുന്ന പ്രദേശത്താണ് കാട്ടാനാക്രമണത്തിൽ ഒരാൾ മരിച്ചത്. മൃതദേഹം പന്തല്ലൂർ സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പ്രണയ നൈരാശ്യം. കൂട്ടുകാരിക്കൊപ്പം അച്ഛൻ കോവിലാറ്റിൽ ചാടി. ഒടുവിൽ പെൺകുട്ടികളെ രക്ഷിച്ച് ഫയർഫോഴ്സ്. ഇന്ന് വൈകിട്ട് പത്തനംതിട്ട അച്ഛൻ കോവിലാറ്റിൽ ചാടിയ 2 പെൺകുട്ടികളെ രക്ഷിച്ച് ഫയർഫോഴ്സ്. പത്തനംതിട്ട മറൂർ ഭാഗത്താണ് വൈകിട്ട് 7:30 21 15 വയസ്സുള്ള പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യാനായി ആറ്റിലേക്ക് ചാടിയത്. പൂങ്കാവ് സ്വദേശിനികളാണ് ഇരുവരും. വീഴ്ചയിൽ വള്ളിപ്പടർപ്പിൽ പിടിച്ചുകിടന്ന പെൺകുട്ടികളുടെ നിലവിളി കേട്ടാണ് നാട്ടുകാർ വിവരമറിയുന്നത്. തുടർന്നുടൻ തന്നെ നാട്ടുകാർ ഫയർഫോഴ്സിന്റെ സഹായം തേടുകയായിരുന്നു. പ്രണയ നൈരാശ്യത്തെ തുടർന്ന് കൂട്ടുകാരിയുമൊത്ത് ജീവനെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു പെൺകുട്ടി. ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വരന്തരപ്പള്ളിയിൽ കൊല്ലപ്പെട്ട ദിവ്യയുടെ സഹോദരന് വാഹനാപകടത്തിൽ ഗുരുതര പരിക്ക്. ദിവ്യയുടെ ഏക സഹോദരൻ 33 വയസ്സുള്ള ദീപേഷിനാണ് പരിക്കേറ്റത്. ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെ വരന്തരപ്പള്ളി കുട്ടേലിപ്പാടത്ത് വെച്ചാണ് അപകടമുണ്ടായത്. ദീപേഷ് സഞ്ചരിച്ച സ്കൂട്ടറിൽ കാറിടിച്ചാണ് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ ദീപേഷിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മരിച്ച സഹോദരി ദിവ്യയുടെ വീടിന്റെ 150 മീറ്റർ അകലെ വെച്ചാണ് അപകടമുണ്ടായത്. കണ്ണാറ സ്വദേശി തെങ്ങനാൽ വീട്ടിൽ കുഞ്ഞുമോന്റെ ഭാര്യ ദിവ്യയാണ് വരന്തരപ്പള്ളിയിലെ വാടക വീട്ടിൽ ഞായറാഴ്ച മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ദിവ്യയുടെ ഭർത്താവ് പോലീസ് കസ്റ്റഡിയിലാണ്. ഭാര്യ നെഞ്ചുവേദന മൂലം മരിച്ചെന്നായിരുന്നു കുഞ്ഞുമോൻ പറഞ്ഞത്. അമ്പലപ്പുഴ പുന്നപ്രയിൽ വീട്ടമ്മയെ അജ്ഞാത വാഹനം ഇടിച്ച് നിർത്താതെ പോയി. വീട്ടമ്മയ്ക്ക് പരിക്ക്. പുന്നപ്ര തയ്യൽ വീട്ടിൽ ഷൈബായെയാണ് വൈകിട്ടോടെ ഓട്ടോറിക്ഷ ഇടിച്ചത്. പുന്നപ്ര കുറുവൻതോട് ദേശീയപാതയ്ക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കുറുവൻതോട് മാക്കി റോഡിൽ വെച്ചായിരുന്നു അപകടം. സഹോദരിയുടെ വീട്ടിൽ പോയി കാൽനടയായി മടങ്ങവേ അമിത വേഗതയിലെത്തിയ ഓട്ടോറിക്ഷ ഇടിക്കുകയായിരുന്നു. ഇടിച്ച ശേഷം ഓട്ടോ നിർത്താതെ പോയി. ഇടിയുടെ ആഘാതത്തിൽ താഴെ വീണ ഷൈബയുടെ കാലിന് പരിക്കേറ്റു. ഇവർ ആലപ്പുഴ വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്.